ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹൈമവതിയുടെയും ദേവേനയുടെയും അരികിലെത്തി മഹി ശ്രേയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന വിവരം അറിയിക്കുന്നു. അത് കേട്ടതോടെ ഹൈമവതിയെ നിലവിളിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് നകുൽ ആരും അറിയാതെ പുഞ്ചിരിച്ചു. ഈ സമയത്ത് മഹി ദേവയാനിയോട് പറഞ്ഞു, അവർ പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം രൂപ ശ്രേയെ വിട്ടുതരാനായി അവർക്ക് നൽകണമെന്നും അത് കൊടുത്തില്ല എങ്കിൽ ശ്രേയെ കൊന്നുകളയുമെന്നാണ് അവരുടെ ഭീഷണിയെന്ന് അറിയിച്ചു. അത് കേട്ട ഹൈമവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്റെ മോളെ കൊല്ലല്ലേ, അയ്യോ ഇതെന്താ എന്റെ മോൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് ഹൈമവതി നിലവിളിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്ത ജാനകിയമ്മ പറഞ്ഞു, അതെ, ആളുകളെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നവർ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവരാണ്. അവർ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തില്ല. അതുകൊണ്ട് തന്നെ അവര് ആ കുട്ടിയെ ഏത് വിധേനയും ഇല്ലാതാക്കാനേ നോക്കൂ. അതുകൊണ്ട് പണം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് അറിയിച്ചു. ഈ സമയത്ത് ദേവയാനി വേഗം നകുലിനെ നോക്കി. നകുൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചതും നകുൽ പറഞ്ഞു, എന്തായാലും മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ ചെയ്യേ, അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എന്ന് നകുൽ അറിയിച്ചത് കേട്ട് ഹൈമവതി വേഗം മഹിയോട് പറഞ്ഞു, മഹി എങ്ങനെയും എന്റെ മോളെ രക്ഷിക്കണം. അവര് പറഞ്ഞ തുക കൊടുത്തിട്ടാണെങ്കിലും ശരി എന്റെ മോളെ രക്ഷിച്ചേ പറ്റൂ എന്നറിയിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ പോയി ആ പണം എടുത്ത് ശ്രേയെ തട്ടിക്കൊണ്ടുപോയവർ വിളിക്കുമ്പോൾ അവരോട് പറയാം, അവർ വിളിക്കുന്നിടത്ത് ആ പണവുമായി എത്താമെന്ന്. അപ്പോഴേക്കും ജാനകിയമ്മ മുന്നിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല മഹി, ഈ ശ്രേയയുടെ കൂടെ ഗംഗയും പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇതുവരെയായിട്ടും ഗംഗയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ, അപ്പോൾ മോൾ ഇത് എവിടെ പോയിട്ടുണ്ടാകും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മഹി പറഞ്ഞു, ഇടയ്ക്ക് എന്നെ ഗംഗ വിളിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രേയെ തട്ടിക്കൊണ്ടുപോയ വിവരം പറയാനായിരുന്നിരിക്കണം അപ്പോൾ എന്നെ ഗംഗ വിളിച്ചിരുന്നത് എന്ന് മഹി പറയുമ്പോഴേക്കും ഉടനെ ഹൈമവതി ആലോചിച്ചു, ശരിയാ, എന്നെയും ഗംഗയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കും മഹിയെ പോലെ കോൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേഗം തന്നെ ഹൈമവതിയും അറിയിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ എന്തായാലും വേഗം ബാങ്കിൽ ചെന്ന് പണം എടുക്കട്ടെ എന്ന് പറഞ്ഞ് മഹി വേഗം അകത്തേക്ക് പോയി. ഈ സമയത്ത് ജാനകി മുത്തശ്ശി ആകെ സങ്കടത്തിലായി. എന്താണ് ഗംഗയ്ക്ക് സംഭവിച്ചതെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തശ്ശിയും പ്രാർത്ഥനയോടെ അവിടെ ഇരുന്നു. മക്കൾക്കാർക്കും ഒരാപത്തും വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഹൈമവതി വേഗം നകുലിന്റെ അരികിലേക്ക് എത്തി. നകുലെ, നീങ്ങി വന്നേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നകുല് ചോദിച്ചു, എന്താ ആന്റി എന്ന് അന്വേഷിച്ചതും, നീങ്ങി വന്നേ, ചോദിക്കട്ടെ, നാത്തൂനും വന്നേ എന്ന് പറഞ്ഞ് ദേവയാനിയെ കൂടി വിളിപ്പിക്കുന്നു. ദേവയാനിയും വേഗം തന്നെ ഹൈമവതിയുടെ പിന്നാലെ ചെന്നു. ഈ സമയത്ത് നകുലും ദേവയാനി പറഞ്ഞനുസരിച്ച് ഹൈമവതിയും ദേവയാനിയും വരുന്ന കൂടെ നകുലും അപ്പുറത്തേക്ക് മാറി നിന്നു. ഈ സമയം മഹി വേഗം റൂമിലേക്ക് എത്തി എത്രയും വേഗം ബാങ്കിൽ എത്തണമെന്ന് ആലോചിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും മഹി ഓർത്തു, എന്തായാലും ബാങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം, 10 ലക്ഷം രൂപ പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയല്ലേ, അതുകൊണ്ട് അവരെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാം എന്ന് മഹി ആലോചിച്ചു. ഈ സമയത്ത് മഹി ബാങ്കിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈമവതിയും ദേവയാനും മാറി നിന്ന് നകുലിനെ ചോദ്യം ചെയ്യുന്നത്. ഹൈമവതി ചോദിച്ചു, നകുലെ, നീ എന്താ ഈ കാണിച്ചത്? നീയും ശ്രേയയും കൂടിയല്ലേ ഗംഗയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത്? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചത്? ശ്രേയ എങ്ങനെയാണ് അവർ തട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ നകുൽ പറഞ്ഞു, അയ്യോ ആന്റി, എനിക്കറിയില്ല, ഞാൻ ബോംബെയിലുള്ളവരെ വിളിച്ച് ഏർപ്പാട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഗംഗയെക്കുറിച്ച് അവരോട് പറഞ്ഞു എന്നല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് പിന്നെ എനിക്ക് ഒന്നും അറിയാനും കഴിഞ്ഞിട്ടില്ല എന്ന് നകുൽ അറിയിച്ചു. ഉടനെ വേഗം തന്നെ നകുൽ പറഞ്ഞു, അവര് ഇവിടെ വന്ന് ഗംഗയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് കൃത്യസമയത്ത് ഞാൻ ഇവിടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞത്. ഉടനെ ദേവയാനിയെ ചൂണ്ടി ഹൈമവതി പറഞ്ഞു, അത് നകുലിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കാരണമെന്ന് എന്നോട് നാത്തൂനും പറഞ്ഞിരുന്നുവെന്ന് ഹൈമവതി അറിയിച്ചു. ഉടനെ തന്നെ നകുല് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ ശ്രേയ ആരെ തട്ടിക്കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയില്ല, ബോംബെയിൽ നിന്ന് വന്നവരാരൊക്കെയാണെന്നും എനിക്കറിയില്ല എന്ന് നകുൽ പറഞ്ഞു. ഉടനെ തന്നെ ഹൈമവതി ചോദിച്ചു, എന്നാലും എന്റെ മോളെ കൊണ്ട് അവരിത് എങ്ങോട്ടാ പോയത്? നകുലിന് അവരെ ഒന്ന് തിരിച്ചു വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞൂടെ, ശ്രേയെ വിട്ടുതരാൻ പറഞ്ഞൂടെ എന്ന് ദേവയാനി അന്വേഷിച്ചു. ഉടനെ തന്നെ നകുല് പറഞ്ഞു, അതിനെനിക്ക് അറിയില്ല ആന്റി, അവരാരാണെന്ന്. അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ കയ്യിൽ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെത്രയും വേഗം അവർ ബോംബെയിലേക്ക് കടത്തും. അതാണ് അവരുടെ പദ്ധതിയും അവരുടെ ഇത്രയും നാളത്തെ ശീലവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അവരെ വിളിച്ചാലും കിട്ടാൻ പോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ കോണ്ടാക്ട് ചെയ്യാൻ ഒരു സിം ഉപയോഗിച്ചാൽ അതിനുശേഷം അവരത് ഓടിച്ച് ദൂരെ കളയും. വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് ഒരിക്കലും അവരെ പിടികൂടാൻ ആർക്കും കഴിയില്ല എന്ന ഉദ്ദേശത്തോടെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് നകുൽ അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ വീണ്ടും ഹൈമവതിയും ദേവയാനിയും ആകെ നിരാശയിലായി. ഉടനെ ഹൈമവതി പറഞ്ഞു, ഓ, ഞാൻ ആ ശ്രേയോട് പറഞ്ഞിട്ടുള്ളതാണ്, അവൾ ഇങ്ങനൊരു
തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്തത് ഒട്ടും വിവരമില്ലാത്ത ഈ നകുലിന്റെ ഒപ്പം ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. നകുല് പറഞ്ഞു, അതെ, ഇനിയിപ്പോ ശ്രേയെ രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗവുമില്ല. അവര് പറഞ്ഞ സമയത്തിനുള്ളിൽ അവർ പറഞ്ഞ സ്ഥലത്തെത്തി ആ 10 ലക്ഷം രൂപ കൊടുക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ. ഇനിയും അതിന് സാധിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോ ഡിമാൻഡ് കൂട്ടും. 10 ചിലപ്പോ 20 ആക്കിയെന്ന് വരും. അതും അല്ലെങ്കിൽ ചിലപ്പോ ശ്രേയയുടെ ജീവന് തന്നെ ആപത്തുണ്ടാകും. അതാണ് സാധ്യതയേറെ എന്ന് നകുൽ അറിയിച്ചു. എല്ലാം കേട്ടതും ഹൈമവതി വീണ്ടും ടെൻഷനിലായി. എന്റെ നാത്തൂനെ എന്റെ മോൾ കീകരി വന്നല്ലോ. ആ ഗംഗയ്ക്ക് ഓരോ തവണ ഗംഗയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുമ്പോഴും അവസാനം ഈ അവസ്ഥയിലാവുമല്ലോ. അല്ല, മഹി ഇനി പോകുവോ എന്റെ മോളെ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് മഹി താഴെ ജാനകി മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. മുത്തശ്ശി വിഷമിക്കേണ്ട, ഞാൻ ദാ ഇപ്പൊ തന്നെ ബാങ്കിൽ പോയി പണം എടുത്ത് ശ്രേയയെ രക്ഷിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മഹി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഹൈമവതിയും ദേവയാനിയും നകുലും എല്ലാവരും കൂടി സിറ്റ് ഔട്ടിലേക്ക് എത്തി. മഹി സിറ്റ് ഔട്ടിലെത്തി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു ഓട്ടോറിക്ഷ ആ മുറ്റത്തേക്ക് എത്തിയത്. ഓട്ടോയിൽ നിന്ന് ഗംഗ പുറത്തേക്ക് ഇറങ്ങി. ഗംഗ ഓട്ടോക്കാരന് കൂലി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന നേരത്ത് പിന്നീട് ഗംഗയുടെ പിന്നാലെ ശ്രേയയും ഓട്ടോയിൽ നിന്നിറങ്ങുന്നു. ഗംഗയെ ഓട്ടോയിൽ നിന്നിറങ്ങിയ ശ്രേയയെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നകുൽ തന്റെ പദ്ധതി പാളിപ്പോയതിനെ കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടു. ഉടനെ തന്നെ ഹൈമവതിയും ദേവയാനിയും അരികിലേക്ക് ഓടിയെത്തി. ഹൈമവതി ശ്രേയയുടെ അരികിലേക്ക് വിളിച്ചു, മോളെ, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് മഹി ഇപ്പൊ വിളിച്ചിരുന്നോ? 10 ലക്ഷം രൂപ കൊടുത്താലേ നിന്നെ വിട്ടുതരുള്ളൂന്നാണല്ലോ അവര് പറഞ്ഞത് എന്നൊക്കെ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശ്രേയ പറഞ്ഞു, അത് ശരി തന്നെയാ അമ്മേ, എന്നെ വന്ന് ഗംഗയെ രക്ഷിച്ചത് എന്നറിയിച്ചു. ഉടനെ ഹൈമവതി ഗംഗയെ നോക്കി. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ശ്രേയസിയെ ആരോ തട്ടിക്കൊണ്ടു പോയത് കണ്ട് ഞാൻ അപ്പോൾ തന്നെ മഹിയേട്ടനെയും ഹൈമവതി ആന്റിയും വിളിച്ചതാണ്. പക്ഷെ നിങ്ങളുടെ ഫോൺ കിട്ടിയില്ല എന്ന് ശ്രേയയെ രക്ഷിക്കാൻ അപ്പോ വേറൊരു വഴിയും കാണാത്തത് കൊണ്ട് ഞാൻ ശ്രേയസിയെ അവർ തട്ടിക്കൊണ്ടുപോയപ്പോ അവരുടെ പിന്നാലെ ഒരു ഊഹം വെച്ച് പോവുകയാ ചെയ്തതെന്ന് അറിയിച്ചു. ഉടനെ തന്നെ നകുല് ചോദിച്ചു, അല്ല, ഗംഗ എങ്ങനെ രക്ഷിച്ചത്, അതെങ്ങനെ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അത് ശ്രേയസിയെ അവർ കൊണ്ടുപോയതിനു ശേഷം ശ്രേയസിയെ ആര് തട്ടിക്കൊണ്ടുപോയെന്നറിയാതെ അങ്ങനെ ഒരു ഓട്ടോയിൽ പോകുമ്പോ അവിടെ വെച്ച് ശ്രേയസിയെ തട്ടിക്കൊണ്ടുപോയവരുടെ വണ്ടി കണ്ടുവെന്നും പിന്നീട് ആ ഹോട്ടലിലേക്ക് ചെന്ന് കയറി അവിടുന്ന് ശ്രേയ രക്ഷിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്തതെന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതോടെ നകുൽ ആകെ കലിയോടെ ഗംഗയെ നോക്കി. അപ്പോഴേക്കും ജാനകി മുത്തശ്ശി പറഞ്ഞു, മോളെ, നീ എന്തു വലിയൊരു സാഹസാ ചെയ്തത്. എന്തായാലും വലിയ കാര്യമായി പോയ മോളെ, നല്ലൊരു പ്രവൃത്തിയാ മോള് ചെയ്തത് എന്ന് പറഞ്ഞതും ശ്രേയയുടെ കുറിച്ച് ഗംഗ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കണ്ട് വളരെ അഭിമാനത്തോടെ മുത്തശ്ശി പറയുമ്പോൾ ഉടനെ ഗംഗ പറഞ്ഞു, മുത്തശ്ശി, ശ്രേയസിയുടെ കാര്യം ഓർത്തപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല എന്ന്. അപ്പോഴേക്കും വീണ്ടും ദേവയാനിയും പറഞ്ഞു, അതെ ഗംഗെ, നീ ചെയ്തത് വലിയൊരു കാര്യമായി പോയി. ഉടനെ മഹിയും പറഞ്ഞു, അതെ, ഗംഗ ചെയ്ത വലിയൊരു പ്രവൃത്തി തന്നെയാണ്. ആരും സ്വന്തം ജീവൻ പോലും ഇതുപോലെ അപകടത്തിൽപ്പെടുന്ന ഒരു കാര്യത്തിൽ ഇതുപോലൊരു സാഹസത്തിന് മുതിരില്ല. എന്തായാലും ഗംഗ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ, പറയാതിരിക്കാൻ വയ്യ എന്ന് മഹി ഗംഗയെ അഭിനന്ദിച്ചു. ഉടനെ ശ്രേയ നോക്കിയിട്ട് മഹി പറഞ്ഞു, ശ്രേയ, വേഗം പോയി റെസ്റ്റ് എടുക്കുക, ക്ഷീണം കാണുമല്ലോ. ഉടനെ ഹൈമവതി ശ്രേയ നോക്കിയിട്ട് ചോദിച്ചു, മോളെ, നീ വളരെ പേടിച്ചു പോയല്ലേ എന്ന് ചോദിച്ചിട്ടും അതേ അമ്മേ എന്ന് ശ്രേയ മറുപടി നൽകി. ഉടനെ ശ്രേയയോട് പറഞ്ഞു, ശരി, പോയി റെസ്റ്റ് എടുക്ക ശ്രേയ. എന്തായാലും ഗംഗ ശ്രേയ രക്ഷിച്ചല്ലോ. ശ്രേയ പേടിച്ച് ക്ഷീണിച്ചെങ്കിൽ ഗംഗ രക്ഷിക്കാനായി ശ്രമിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോയി വിശ്രമിക്കുക എന്ന് മഹി പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു എല്ലാവരും. ഈ സമയത്ത് നകുൽ തന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു പോയതിന്റെ സങ്കടത്തിൽ ആകെ നിരാശയോടെ വേഗം ആ ഗുണ്ടാ തലവനെ വിളിച്ചു. അയാള് അപ്പോഴും ഹോട്ടലിന്റെ വാതിക്കൽ തന്നെ കാത്തിരുന്നു. സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ ഫോൺ എടുത്തു. ഹലോ സാറേ എന്ന് വിളിച്ചതും, എടാ, നീയൊക്കെ എവിടെയാടാ എന്ന് ചോദിച്ചു. ഞങ്ങൾ ദാ ഈ ഹോട്ടലിന് മുന്നിൽ തന്നെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞതും, എന്നിട്ട് അവൾ എന്ത് ചെയ്യടാ എന്ന് ചോദിച്ചതും, അവൾ അവിടെയുണ്ട് സാറേ, അവൾ റൂമിൽ തന്നെയുണ്ട്, അവിടെ കാവൽ ആളുണ്ട് എന്നറിയിച്ചതും ഉടനെ നകുൽ പറഞ്ഞു, ഒരു കാരണവശാലും അവൾ അവിടെ ഇല്ല, അവള് രക്ഷപ്പെട്ടടാ, നീയൊക്കെ എവിടുത്തെ ഗുണ്ടയാടാ എന്ന് ചോദിച്ച് നകുൽ ദേഷ്യപ്പെട്ടു. ഉടനെ അയാൾ പറഞ്ഞു, ഇല്ല സാറേ, അവള് ചാക്കിനകത്ത് റൂമിലുണ്ട്, അവിടെ ഉണ്ട് സാറേ, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യാതെ വേഗം റൂമിനരികിലേക്ക് പോന്നു. അപ്പോഴേക്കും നകുൽ പറഞ്ഞു, എടാ, അവൾ അവിടെ ഇല്ല, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞത്. ഉടനെ അയാൾ പറഞ്ഞു, അല്ല സാറേ, അവൾ അവിടെ തന്നെയുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഫോണും പിടിച്ചുകൊണ്ട് അയാൾ റൂമിലേക്ക് ഓടിയെത്തി. റൂമിൽ കാവലിനുണ്ടായിരുന്ന ആള് ബോധം കെട്ട് കിടക്കുകയും അവിടെ ചാക്കിനകത്തുണ്ടായിരുന്ന ആളുടെ കയ്യിൽ കെട്ടിവെച്ചിരുന്ന കയറെല്ലാം ഊരിയിട്ട് ശ്രേയ അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് കണ്ടു. അയാൾ പറഞ്ഞു, ശരിയാ സാറേ, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും നകുല് ചോദിച്ചു, എടാ, അത് തന്നെയല്ലടാ നിന്നോട് ഞാൻ പറഞ്ഞത്, അവൾ രക്ഷപ്പെട്ടു എന്ന്.
ഉടനെ അയാൾ ചോദിച്ചു, അയ്യോ സാറേ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ അവൾ രക്ഷപ്പെട്ടു പോയ വിവരം. പിന്നെ ഇത്രയും ദൂരത്തായിരുന്ന സാർ എങ്ങനെ ഇതറിഞ്ഞു? സാറിന് വല്ലാത്ത ജ്ഞാനദൃഷ്ടി തന്നെയാ കേട്ടോ സാറേ എന്ന് പറഞ്ഞ് അയാൾ നകുലിനോട് സംസാരിക്കുമ്പോൾ നകുൽ കലി കാരണം അവനെ ശരിക്കും ചീത്ത വിളിക്കണം. ഇതെല്ലാം കേട്ട് ചെവി പൊട്ടി പോകുന്ന ചീത്തവിളി കേൾക്കുന്നത് കൊണ്ട് പതുക്കെ അയാൾ കുറച്ചു നേരത്തേക്ക് മൊബൈൽ ഫോൺ മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ, ഇതുപോലെ എന്നെ ചീത്ത വിളിക്കരുത്, ഞാനൊരു ഗുണ്ടയല്ലേ എന്ന് ചോദിച്ചിട്ടും നകുൽ പറഞ്ഞു, ഗുണ്ടയല്ലടാ, നീയൊക്കെ ഉണ്ടയാ, വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് നകുൽ ദേഷ്യപ്പെട്ടു. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി സുരക്ഷിതമായി പാർപ്പിക്കാൻ അറിയാമല്ല, നീയൊക്കെ എവിടുത്തെ ഗുണ്ടയാടാ എന്ന് ചോദിച്ച് നകുൽ അയാളെ വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അയാളാകെ നിരാശയോടെ ഈ പദ്ധതിയും പാളിപ്പോയല്ലോ എന്ന വേദനയിൽ അങ്ങനെ ആ ഗുണ്ട നോക്കി നിൽക്കുമ്പോഴേക്കും ശ്രേയ റൂമിലെത്തി തനിക്ക് കിട്ടിയ തലിനെ കുറിച്ചൊക്കെ ഓർത്ത് ആകെ വിഷമത്തോടിരുന്നു. അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രേയ ഓർമ്മിച്ചു. അങ്ങനെ അവസാനം ഗംഗയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് വരികയും ചെയ്തതിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ നിരാശയോടെ ഇരിക്കുമ്പോൾ ഗംഗ റൂമിലേക്ക് എത്തിയതും മാളൂട്ടി ഗംഗയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. ഗംഗ വിവരങ്ങളൊക്കെ വിശദമായി മാളുവിനോട് പറഞ്ഞു. ഇന്ന് ശ്രേയയെ രക്ഷിക്കാനൊന്നും ഗംഗ പോകണ്ടായിരുന്നു. എപ്പോഴും ശ്രേയ ഗംഗയെ ഓരോ രീതിയിലും ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഇന്ന് ഗംഗ ആ ശ്രേയയെ രക്ഷിച്ചത്? ഗംഗയെ അവരെ ഒരു കാരണവശാലും തല്ലിയിടുകയൊന്നും വേണ്ടായിരുന്നു. ആ ശ്രേയയെ അവരെങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളുമായിരുന്നല്ലോ, ശ്രേയയുടെ ശല്യം ഇല്ലാതാകുമായിരുന്നല്ലോ എന്നൊക്കെ മാളൂട്ടി ഗംഗയോട് ചോദിക്കണം. ഇത് കേട്ടതോടെ ഗംഗ പറഞ്ഞു, മാളൂട്ടി, അങ്ങനെയൊന്നും ഒരു കാരണവശാലും പറയരുത്. നമ്മളെ എത്ര ദ്രോഹിക്കുന്നവരാണെങ്കിലും ശരി, അവർക്കൊരു ആപത്തുണ്ടാകുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. പിന്നെ അവർക്ക് നമ്മളോട് ദേഷ്യവും വിരോധമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെടരുത്. അവര് നമ്മളോട് ദേഷ്യം കാണിക്കുമ്പോൾ നമ്മളും തിരിച്ച് അവരോട് ദേഷ്യപ്പെട്ടാൽ അവർക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. അതിനേക്കാൾ നല്ലത് നമ്മളെ അവരെത്ര വേദനിപ്പിച്ചാലും എത്ര ദ്രോഹിച്ചാലും അവർ ദേഷ്യപ്പെട്ടാലും തിരിച്ച് നമ്മൾ അവരെ സ്നേഹിക്കണം. അപ്പോ അവരും നമ്മളെ സ്നേഹിക്കും എന്ന് പറയുമ്പോ ഉടനെ മാളു പറഞ്ഞു, ആ അങ്ങനെ ശ്രേയ ഗംഗയെ സ്നേഹിക്കുന്നാണോ പറയുന്നത്? എന്നാലേ അത് വെറുതെ ആകട്ടോ. ഒരു കാലത്തും ശ്രേയ ഗംഗയെ സ്നേഹിക്കാൻ പോകുന്നില്ല, അത് സത്യ എന്ന് പറഞ്ഞ് മാളൂട്ടി അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഗംഗ പറഞ്ഞു, അത് ശരിയായിരിക്കാം. പക്ഷെ എന്നെങ്കിലും ശ്രേയസിക്ക് എന്നോടുള്ള ഈ വിരോധം മാറും, അത് തീർച്ചയായും മോളെ. എന്തായാലും മാളൂട്ടി, മോൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. ഒരു കാരണവശാലും ഒരാൾക്ക് ആപത്ത് സംഭവിച്ചാൽ അവരെ സഹായിക്കാതെ മാറി നിൽക്കരുത്. അവര് നമ്മളോട് എത്ര ദ്രോഹം കാണിച്ചവരാണെങ്കിലും ആപത്തുണ്ടായാൽ അവരെ സഹായിക്കുക തന്നെ ചെയ്യണം കേട്ടോ. മോള് അങ്ങനെ ചിന്തിക്കാവൂ എന്നൊക്കെ ഗംഗ മാളുവിനെ ഉപദേശിക്കണം. അത് കേട്ട് ശരി ഗംഗ എന്ന് പറഞ്ഞ് മാളു തലയാട്ടിക്കൊണ്ടിരിക്കുമ്പോ റൂമിലെത്തിയ ശ്രേയ തനിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചെല്ലാം ഓർത്തു. അപ്പോഴേക്കും ഹൈമവതി അവിടേക്ക് എത്തി. സാരമില്ല മോളെ എന്ന് പറഞ്ഞ് ഹൈമവതി ശ്രേയയുടെ തല തടവാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രേയ നിലവിളിച്ചു, അയ്യോ അമ്മേ, എന്റെ തലയെ തുടരുതേ, എനിക്ക് വേദനയാ എന്ന് പറഞ്ഞു. ഉടനെ ഹൈമവതി ചോദിച്ചു, അതെന്താ മോളെ, നിന്റെ തലയ്ക്ക് എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അതമ്മേ, അവന്മാർ എന്നെ കൊല്ലാൻ നോക്കി, അതുകൊണ്ടുള്ള വേദനയാ എന്ന് അറിയിച്ചു. ഉടനെ തന്നെ ഹൈമവതി ചോദിച്ചു, അല്ല മോളെ, എങ്ങനെയാ ആ ഗംഗയല്ലേ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പ്ലാൻ ചെയ്ത്, എന്നിട്ട് എങ്ങനെയാ മോളെ അവർ തട്ടിക്കൊണ്ടു പോയത്, അതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചതും ശ്രേയ പറഞ്ഞു, അതൊക്കെ വലിയൊരു കഥയാമേ, സമയം കിട്ടുമ്പോ ഞാൻ പറയാം എന്നറിയിച്ചു. ഉടനെ തന്നെ ഹൈമവതി വീണ്ടും ചോദിച്ചു, അല്ല മോളെ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആ നകുൽ നിക്കാരൊന്നും അറിയത്തില്ലായിരുന്നോ? അവനോട് ഞങ്ങൾ ചോദിച്ചു, നിന്നെ അവർ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് മകയെ ഫോൺ ചെയ്യുമ്പോ അവനിവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളപ്പോ അവനോട് ചോദിക്കുകയും ചെയ്തു. അവന് പക്ഷെ ബോംബെക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും അവരെക്കുറിച്ച് അവനൊന്നും അറിയില്ല എന്നും അവരോട് ഫോണിൽ സംസാരിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാ അവൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന് ഹൈമവതി അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ ഹൈമവതി അങ്ങനെ പറഞ്ഞതും ശ്രേയ പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പോ അവനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇത് ഗംഗയെ അവന് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ ആള് മാറിയെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൻ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം നടത്തിയതാമേ. ഉടനെ ഹൈമോദി ചോദിച്ചു, അത്രത്തോളം ദുഷ്ടതരം അവൻ കാണിക്കുമോ മോളെ, അങ്ങനെയൊക്കെ ചെയ്യുമോ അവൻ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ ശ്രേയയോട് അങ്ങനെ ആശങ്കയോടെ ഹൈമോദി ചോദിച്ചതും ശ്രേയ പറഞ്ഞു, പിന്നില്ലാതെ അവൻ അതല്ല അതിലപ്പുറം ചെയ്യുമേ, അവനെ അതുപോലൊരു ഫ്രോഡാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്ന് അന്വേഷിച്ചു. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, എങ്ങനെയാ മോളെ നീ എങ്കിലും അവരുടെ പിടിയിൽ ചെന്ന് പെട്ടത്? ഏത് അവസ്ഥയിലാണ് നീ അവരുടെ കയ്യിൽ എത്തിയത് എന്ന് ചോദിച്ചിട്ടും ഉടനെ ശ്രേയ പറഞ്ഞു, അമ്മേ, ഞാനും അവളും കൂടി ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയതല്ലേ. ആ സമയത്ത് വഴിയിൽ വെച്ച് ആ ഗ്രൗണ്ടിൽ പന്ത് കളിക്കുന്ന കുട്ടികളുടെ പന്ത് നേരെ ആ ചെളിയിൽ വീണിട്ട് ആ ചെളിവെള്ളം എന്റെ ദേഹത്ത് തെറിച്ചു. ആ ചെളിവെള്ളം ദേഹത്ത് തെറിച്ചത് കൊണ്ടാണ് ഈ അവസ്ഥയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞതും
ഉടനെ ഹൈമോദി ചോദിച്ചു, അതിനെന്താ പ്രശ്നം? നിനക്ക് അങ്ങനെ ചെളി തേർത്ത് തെറിച്ചെങ്കിൽ പിന്നെ നീ എങ്ങനെ അവരുടെ പിടിയിലായി എന്ന് അന്വേഷിച്ചു. ഉടനെ തന്നെ ശ്രേയ പറഞ്ഞു, അത് പിന്നെ ദേഹത്ത് തെളിച്ച ചെളിയുമായിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നു. അപ്പോഴാണ് പൂജാരിയുടെ വക ഒരു ഉപദേശം, ചെളി വീണ സാരി ഉടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന്, അത് അശുദ്ധിയാണെന്ന്. അതുകൊണ്ട് തന്നെ വേറൊരു സാരി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അയാൾ ഏർപ്പാടാക്കി തന്നു. അതാണ് ഞാൻ ഉടുത്തത്. ആ സാരിയാ ഈ മഞ്ഞ സാരി എന്ന് പറഞ്ഞു. അല്ല, ഈ മഞ്ഞ സാരിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതും, എന്റെ അമ്മേ, മഞ്ഞ സാരിയല്ലേ അവർക്ക് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത്? ഗംഗ ഉടുത്തതും ആ മഞ്ഞ സാരിയല്ലേ? മഞ്ഞ സാരി ഉടുത്ത ഗംഗയെ തട്ടിക്കൊണ്ടു പോകാനല്ലേ അവര് അടയാളം പറഞ്ഞു വെച്ചിരുന്നത് എന്ന് ചോദിച്ചതും, ഉടനെ ഹൈമോദി ചോദിച്ചു, ഓ അത് കൊള്ളാം, ഇങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നതിന് അടയാളം പറയുന്നത് സാരിയുടെ കളറാണോ? നീയൊക്കെ എവിടുത്തെ ക്രിമിനൽ മൈൻഡുള്ള ആളുകളാ? ഓ, നിന്നെയൊക്കെ സമ്മതിക്കണം, നീയൊക്കെ വെറുതെ പഠിച്ചതാ. ആരെങ്കിലും സാരിയുടെ കളറാണോ ഇതുപോലെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ഫോട്ടോ കൊടുത്താൽ പോരായിരുന്നോ? എന്തായാലും നീയൊക്കെ ഇതുപോലെ വിവരമില്ലാത്തവരാണല്ലോ ഇപ്പോഴാ മനസ്സിലായത്. എന്നിട്ട് എന്താ പിന്നെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അവസാനം നിന്നെ അവള് തന്നെ രക്ഷിക്കാൻ വന്നല്ലോ എന്ന് ചോദിച്ചതും, ഉടനെ നിനക്ക് ഈ സാരി ഇട്ടിട്ട് മറ്റെവിടെയെങ്കിലും ഒന്ന് മാറി ഇരുന്നാ പോരായിരുന്നോ എന്ന് ഹൈമവതി സംശയത്തോടെ ശ്രേയോട് ചോദിച്ചു. അത് കേട്ടതും ശ്രേയ പറഞ്ഞു, അതല്ലേ ഞാൻ ചെയ്തത്. ഈ സാരി എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാതെ ഞാൻ അവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴല്ലേ ഒരുത്തൻ വന്ന് എന്നെ ചാക്കിലിട്ടത്. ഇത് കേട്ട ഉടനെ തന്നെ ഹൈമവതി ചോദിച്ചു, അതെന്താ പണിയടി നീ കാണിച്ചത്? ആരെങ്കിലും വന്ന് നല്ല ഭംഗിക്ക് സംസാരിച്ചാൽ ഉടനെ നീ അങ്ങ് വളഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചതും ശ്രേയ ചോദിച്ചു, അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? അല്ല, നിന്നെ ചാക്കിലിട്ടെന്ന് പറഞ്ഞാലേ വളച്ചു ചാക്കിലിട്ടു എന്നൊക്കെ പറഞ്ഞാ അത് ഓരോരുത്തരും നിന്നെ സംസാരിച്ച് അവരുടെ കൂടെ കൂട്ടുന്നതിനല്ലേ പറയുന്നത് എന്ന് ചോദിച്ചതും, ഉടനെ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മേ, ഇത് ആ ചാക്കല്ല, ഇത് ഒറിജിനൽ ചാക്ക്, പഞ്ചസാര അരിച്ചാക്കില്ലേ അതുപോലുള്ള ചാക്ക്. ആ ചാക്കിലാ അവൻ എന്നെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഹൈമവതി പറഞ്ഞു, ഹോ അങ്ങനെയാണോ? ഉടനെ തന്നെ ശ്രേയ അമ്മയോട് എല്ലാം പറഞ്ഞതിന്റെ ആ ടെൻഷനിൽ വേഗം ആ ബെഡിലേക്ക് ചെന്നിരുന്നു. ഉടനെ ഹൈമവതി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാരമില്ല മോളെ എന്ന് പറഞ്ഞ് ശ്രേയുടെ തലയിൽ തലോടാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രേയ പറഞ്ഞു, എന്റെ അമ്മയെ എനിക്ക് വേദനിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് ശ്രേയ നിലവിളിച്ചു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, സാരമില്ല, ഈ വേദനയെ 1-2 ദിവസം കൊണ്ടങ്ങ് മാറും. ഞാൻ പെയിൻ കില്ലർ എന്തായാലും എടുത്തോണ്ട് വരാം. പിന്നെ നമുക്കിനി പ്ലാൻ ചെയ്യുമ്പോ അവളുടെ ഫോട്ടോ മാത്രം കൊടുത്താൽ മതി, അല്ലാതെ ഇതുപോലെയുള്ള പരിപാടികളൊന്നും വേണ്ട. ഇത്രയും നാളും അവൾക്കെതിരെ എന്ത് പണി ഉണ്ടാക്കിയാലും അതെല്ലാം നമുക്ക് തിരിച്ചടികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. സാരമില്ല, ഇത്തവണ പറ്റാവുന്നത് പറ്റി, എന്തായാലും വരാനുള്ളത് വന്നു. ഇനി പോയ ബുദ്ധി ആന പിടിച്ചാൽ പോലും കിട്ടില്ലല്ലോ. സാരമില്ല, മോൾ ഇവിടെ ഇരിക്കെ, അമ്മ പോയി ടാബ്ലറ്റ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ഹൈമവതി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശ്രേയ ആകെ വിഷമത്തോടെ ഗംഗ തന്നെ രക്ഷിച്ചതിന്റെ കാര്യം ഓർത്ത് ശ്രേയ റൂമിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് റൂമിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഗംഗ മഹിയുടെയും മാളുവിന്റെയും ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാളൂട്ടി അരികിൽ വന്ന് ആലോചിച്ചു, അല്ല, ഈ ഗംഗയ്ക്ക് എന്താ അച്ഛനോടുള്ള പിണക്കം എതിരായിട്ടും മാറാത്തത്? ഗംഗ ഇപ്പോഴും അച്ഛനോട് വല്ലാതെ പിണക്കത്തിലാണല്ലോ. എന്തായിരിക്കും കാര്യം? അത് അച്ഛനുമായിട്ടുള്ള ഈ പിണക്കം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നൊക്കെ മാളൂട്ടി ചിന്തിച്ചു. അത് ഓർത്തുകൊണ്ട് മാളൂട്ടി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗംഗ മാളൂട്ടി പിന്നിൽ വന്ന് നിൽക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ മാളൂട്ടി എന്ന് ഗംഗ വിളിച്ചതും ചിരിച്ചുകൊണ്ട് മാളൂട്ടി അരികിലേക്ക് വന്നു. ഉടനെ ഗംഗ ചോദിച്ചു, എന്തു പറ്റി മാളൂട്ടി? മാളൂട്ടി വലിയ ആലോചനയിലാണല്ലോ എന്ന് പറഞ്ഞതും മാളൂട്ടി പറഞ്ഞു, ഞാൻ എന്താ ആലോചിച്ചെന്ന് ഗംഗയോട് ഞാൻ എന്തിനാ പറയുന്നത്? ഗംഗ എന്നോട് എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്ന് ഗംഗയോട് മാളൂട്ടി അന്വേഷിച്ചു. അപ്പോഴേക്കും ഗംഗ ചോദിച്ചു, അതെന്താ ഞാനൊന്നും പറയാതിരിക്കുന്നില്ലല്ലോ എന്ന് ഗംഗ മറുപടി നൽകിയതും മാളൂട്ടി ചോദിച്ചു, ഒന്നും പറയുന്നില്ലേ? സത്യമാണോ? എന്നോട് ഒന്നും പറയാതിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, ഇല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മാളൂട്ടിയോട് പറയുന്നുണ്ടല്ലോ എന്ന ഗംഗയുടെ മറുപടി കേട്ട് മാളൂട്ടി വീണ്ടും സംശയത്തോടെ ചോദിച്ചു, അങ്ങനെയാണെങ്കിലേ ഗംഗ എന്തുകൊണ്ടാണ് എന്റെ അച്ഛനോട് ഇപ്പോഴും പിണക്കം കാണിക്കുന്നത്? ഗംഗയും എന്റെ അച്ഛനും കല്യാണം കഴിക്കണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചാണെന്ന് അറിയാമോ? ഗംഗ എന്റെ അമ്മയായിട്ട് വരാനായിട്ട്. ഗംഗ എന്റെ അമ്മയായി വന്നതിന് ശേഷം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് സന്തോഷത്തോടെ ഇതിലെല്ലാം പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണെന്നറിയാമോ? എന്നിട്ടും ഗംഗ ഇത്തവണ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോലും എന്റെയും അച്ഛന്റെയും കൂടെ വന്നില്ലല്ലോ. അതെന്താ ഗംഗ അങ്ങനെ ചെയ്തത് എന്നെല്ലാം മാളു പരാതിപ്പെടുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അത് പിന്നെ മാളൂട്ടി, അതെന്താന്ന് മാളൂട്ടിയോട് പറഞ്ഞാ മാളൂട്ടിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ മാളൂട്ടി കുറച്ചുകൂടി കഴിഞ്ഞ് പ്രായമായി മുതിർന്ന കുട്ടിയാകുമല്ലോ, അപ്പൊ പറയാട്ടോ എന്ന് ഗംഗ പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടി പറഞ്ഞു, ശരി, ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ടല്ലേ എന്നോട് പറയാത്തത്, ഞാൻ സമ്മതിച്ചു. അപ്പോ എന്റെ അച്ഛനോട് പറയാലോ, അച്ഛൻ കൊച്ചുകുട്ടിയല്ലല്ലോ,
വലിയ ആളല്ലേ, മുതിർന്ന ആളല്ലേ, അപ്പൊ പിന്നെ ഗംഗയ്ക്ക് അച്ഛനോട് പറയാൻ മേലെ എന്ന് മാളു അന്വേഷിച്ചു. അത് കേട്ട ഉടനെ ഗംഗ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, അച്ഛനോട് ഞാൻ പറയാം, മഹേട്ടനോട് ഞാൻ പറയാം, ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ കേട്ടോ എന്ന് മാളുവിനോട് ഗംഗ വാക്ക് നൽകുന്നു. അത് കേട്ടതും മാളു ചോദിച്ചു, സത്യമാണല്ലോ, അച്ഛനോട് പറയില്ലേ എന്ന് ചോദിച്ചു. വീണ്ടും മാളു സംശയത്തോടെ ചോദിക്കുമ്പോ ഗംഗ മാളുവിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം, മഹേട്ടനോട് ഞാൻ എല്ലാം പറയാം. മാളു ഇപ്പോ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞ് മാളു പോകാൻ തുടങ്ങുമ്പോ വാതിക്കലെത്തിയിട്ട് മാളു ആലോചിച്ചു, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, എങ്ങനെയും അച്ഛനോടുള്ള ഗംഗയുടെ പിണക്കം മാറ്റിയേ തീരൂ എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെന്താ പോംവഴി എന്ന് ആലോചിച്ച് ഗംഗയുടെ പിന്നിൽ നിന്ന് മാളു ആലോചനയോടെ നിൽക്കുന്നു.